All these weeks we have been meditating on a special promise that God gave to Joshua. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നാം ചിന്തിച്ചിരുന്നത് ദൈവം യോശുവയ്ക്ക് നൽകിയ വിശേഷമായ ഒരു വാഗ്ദത്തത്തെ ഉദ്ദേശിച്ചുകൊണ്ടായിരുന്നു. That God promised to Joshua that I will be with you as I was with Moses. ദൈവം യോശുവയോട് പറഞ്ഞു, ഞാൻ മോശയോട് കൂടെ ഇരുന്നതുപോലെ യോശുവയെ നിന്നോട് കൂടെയും ഇരിക്കും. And all these weeks we learned that what it actually means in our day-to-day life. കഴിഞ്ഞ നീണ്ട ആഴ്ചകളായി നാം ചിന്തിച്ചുകൊണ്ടിരുന്ന നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ആ വാഗ്ദത്തത്തിന്റെ പ്രസക്തി എന്താകുന്നു? Is this promise only for Joshua or for everyone who takes up the mission of God? അത് യോശുവയിൽ മാത്രം പരിമിതപ്പെട്ട ഒന്നാണോ അതോ ദൈവിക നിയോഗം ഏറ്റെടുത്ത ഏത് വ്യക്തി ജീവിതങ്ങൾക്കും അവകാശപ്പെടാവുന്ന ഒന്നാണോ? And we learned that this promise is to anyone who will take up the responsibility and the mission given by God. നാം പഠിച്ചു കഴിഞ്ഞത് ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ദൗത്യം ഏറ്റെടുക്കുന്ന ഏതൊരു വ്യക്തി ജീവിതത്തിലും അവകാശപ്പെട്ടതാണ് ദൈവം യോശുവയ്ക്ക് കൊടുത്ത വാഗ്ദത്തം. We learned that why God was with Moses. നാം പഠിച്ചു കഴിഞ്ഞു എന്തുകൊണ്ടാണ് ദൈവം മോശയോട് കൂടെ ഇരുന്നത്. Because Moses was willing to take up the challenge given by God and take up the mission given by God. ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ദൈവത്താൽ ഭരമേൽപ്പിക്കപ്പെട്ട എല്ലാ വെല്ലുവിളികളെയും ദൗത്യത്തെയും ഏറ്റെടുക്കുവാൻ യാതൊരു മനസങ്കോചവും കാണിക്കാത്ത വ്യക്തിയായിരുന്നു മോശ. Even though it was very hard for Moses to take the responsibility given by God, Moses decided to obey the call of God. മോശയ്ക്ക് പോലും ഏറ്റെടുക്കുവാൻ കഴിയാത്ത വിധം അത്രമാത്രം ദുർഗ്രഹം പിടിച്ച അത്രമാത്രം കുഴപ്പം പിടിച്ച ഒന്നായിരുന്നിട്ട് പോലും സർവാത്മനാ മോശ അത് ഏറ്റെടുത്തു. So this morning let me tell you that if we are willing to take up the challenges by God, God will be with us as he was with Moses. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ. മോശ ദൈവത്തിൽ നിന്ന് നിയോഗിക്കപ്പെട്ട ദൗത്യം ഏറ്റെടുക്കുവാൻ അമാന്തം കാണിക്കാത്തതുപോലെ നാം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചാൽ നിശ്ചയമായും ദൈവ സാന്നിധ്യം നമ്മളോട് കൂടെ ഇരിക്കും. And last Sunday we learned what the presence of God will make us a different person. കഴിഞ്ഞ ആഴ്ച നാം ചിന്തിച്ചത് ദൈവത്തിന്റെ സാന്നിധ്യം നമ്മളെ വേറൊരു വ്യക്തിയായി രൂപാന്തരപ്പെടുത്തുമെന്നാണ്. The presence of God will make us bold to stand for God. ദൈവത്തിന്റെ സാന്നിധ്യം ദൈവത്തിന് വേണ്ടി ധൈര്യത്തോടെ നിൽക്കുവാൻ നമ്മെ പ്രാപ്തരാക്കും. The presence of God will also help us to know who we are and what our mission is. നാം ആരാണെന്നും നമ്മിൽ ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ദൗത്യം എന്താണെന്നും തിരിച്ചറിയുവാൻ ദൈവ സാന്നിധ്യം നമ്മെ പ്രാപ്തരാക്കും. And we learned that the presence of God will make us courageous to advance against the enemy. ശത്രുവിന്റെ പാളയത്തിന് നേരെ ധൈര്യപൂർവ്വം കടന്നു ചെല്ലുവാനുള്ള ധീരതയുള്ളവരാക്കി ദൈവ സാന്നിധ്യം നമ്മെ മാറ്റും. And finally we learned that by God's presence we can do God-given missions even if we were failure in the past. നാം തുടർന്നും പഠിച്ചത് കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ ഭൂതകാലത്തിൽ നാം പരാജയമായിരുന്ന അതേ മണ്ഡലങ്ങളിൽ തന്നെ ദൈവ സാന്നിധ്യം നമ്മളോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് വിജയമായി തീരുവാൻ സാധിക്കുമെന്ന് നാം പഠിച്ചു. This morning I would like to teach you four more things about the blessings of the presence of God. ഇന്ന് പകൽക്കാലം ദൈവ സാന്നിധ്യത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹത്തെക്കുറിച്ചുള്ള 4 കാര്യങ്ങൾ പഠിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Number 1, ഒന്നാമതായി the presence of God is your protection. ദൈവത്തിന്റെ സാന്നിധ്യം എന്ന് പറയുന്നത് നിന്റെ സുരക്ഷയാണ്. Presence of God is your protection. ദൈവത്തിന്റെ സാന്നിധ്യം എന്ന് പറയുന്നത് നിന്റെ സൂക്ഷിപ്പാണ്. The Israelites were protected from the hands of the enemy because of the presence of God. ഇസ്രായേൽ ജനം ശത്രുവിന്റെ കൈകളിൽ നിന്നും സൂക്ഷിക്കപ്പെട്ടത് ദൈവത്തിന്റെ സാന്നിധ്യത്താലായിരുന്നു. In the Bible it says God protected his people, the Israelites, by his presence. തിരുവചനത്തിൽ നാം വായിക്കുന്നത് ദൈവം തന്റെ ജനത്തെ സൂക്ഷിച്ചത് തന്റെ സാന്നിധ്യത്തിന്റെ മറവിലായിരുന്നു. And how did the Israelites know that God was present with them? എങ്ങനെയായിരുന്നു ഇസ്രായേൽ ജനം തിരിച്ചറിഞ്ഞത് ദൈവം തന്റെ സാന്നിധ്യത്താൽ തങ്ങളെ സൂക്ഷിക്കുന്നുവെന്ന്? There are 2 things that mentioned in the Bible that the Israelites could know the presence of God was with them. ഇസ്രായേൽ ജനത്തിന് തങ്ങളോട് കൂടെയുള്ള ദൈവ സാന്നിധ്യം തിരിച്ചറിയുവാനുള്ള 2 കാരണങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് തിരുവെഴുത്ത് നമ്മെ ബോധ്യപ്പെടുത്തുന്നു. The pillar of cloud and the pillar of fire. മേഘസ്തംഭവും അഗ്നിത്തൂണും. Dear brothers and dear sisters, the Israelites knew that God is with them because of these 2 clear evidences. ഈ വ്യക്തമായ 2 ഉദാഹരണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇസ്രായേൽ ജനം ഒരു കാര്യം തിരിച്ചറിഞ്ഞു, തങ്ങളോടുകൂടെ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട് എന്ന്. And it was that presence of God that helped them to overcome the plans of enemy. അത്തരം ദൃശ്യമായ ദൈവത്തിന്റെ സാന്നിധ്യമായിരുന്നു മുമ്പിൽ നിൽക്കുന്ന ശത്രുവിനെ അതിജീവിക്കുവാൻ ഇസ്രായേൽ ജനത്തെ പ്രാപ്തരാക്കിയത്. So the first thing I would like to remind you or teach you this morning is God's presence is your protection. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളെ പഠിപ്പിക്കുവാനും പ്രബോധിപ്പിക്കുവാനും ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരുന്ന സുരക്ഷയാണ്. Exodus chapter 14 verse 19 we read. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. The angel of God who has been traveling in front of Israel's army withdrew and went behind them. ഇസ്രായേൽ ജനത്തിന്റെ മുമ്പാകെ ദൈവത്തിന്റെ ദൂതൻ നടകൊണ്ടു എന്നാണ് ആ വാക്യത്തിൽ നാം വായിക്കുന്നത്. No. The angel of the Lord who had been traveling in front of Israel's army withdrew and went behind them.
ഇസ്രായേലിന്റെ സൈന്യത്തിന്റെ മുൻപിൽ നടന്ന ദൈവദൂതൻ അവിടെ നിന്ന് മാറി അവരുടെ പിന്നാലെ നടന്നു. മേഘസ്തംഭവും മുമ്പിൽ നിന്ന് മാറി പിൻപിൽ പോയി നിന്നു. The pillar of cloud also moved in front and stood behind them. So the pillar of cloud and the pillar of fire represented the presence of God for Israelites. മുമ്പിൽ നടന്നിരുന്ന മേഘസ്തംഭവും പിന്നിൽ നിന്നു അവർക്ക് മുൻപായി അവരുടെ ജീവിതത്തിൽ വെളിപ്പെട്ടിരുന്ന മേഘസ്തംഭവും അഗ്നിത്തൂണും ഒരു കാര്യം വിളിച്ചു പറയുന്നു, അവരോടുകൂടെ ദൈവ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്ന്. That's why the Egyptians could not attack the Israelites. അതുകൊണ്ടാണ് ശത്രുക്കളായിരുന്ന മിസ്രയീമ്യർക്ക് ഇസ്രായേൽ ജനത്തെ തൊടുവാൻ സാധിക്കാതിരുന്നത്. That's why the Egyptians could not capture Israelites. അതുകൊണ്ടാണ് മിസ്രയീമ്യർക്ക് ഇസ്രായേൽ ജനത്തെ കീഴടക്കുവാൻ കഴിയാതെ പോയത്. Because the pillar of cloud and the pillar of fire protected the Israelites from the hands of Egyptians. ശത്രുവിന്റെ കരങ്ങളിൽ നിന്നും ഇസ്രായേൽ ജനത്തെ കാത്തു പരിപാലിച്ചത് മേഘസ്തംഭവും അഗ്നിത്തൂണുമായിരുന്നു. That's why Moses prayed, Lord, if your presence is not coming with us, please don't send us. അതുകൊണ്ടാണ് മരുഭൂമിയിൽ വെച്ച് മോശ ഇങ്ങനെ പ്രാർത്ഥിച്ചത്, കർത്താവേ തിരുസാന്നിധ്യം ഞങ്ങളോടുകൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ പുറപ്പെടുവിക്കരുതേ എന്ന്. So dear child of God, make sure that wherever you go, God's presence is with you. അതുകൊണ്ട് പ്രിയ ദൈവ പൈതലേ, ഒരു കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തുക, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എങ്ങോട്ടേക്ക് പോകുന്നുവോ ദൈവ സാന്നിധ്യം നിങ്ങളോടുകൂടെ ഉണ്ട് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. Make sure that God's presence accompany you. ദൈവ സാന്നിധ്യം നിങ്ങളോടുകൂടെ പോരുന്നു എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. Make sure that God's presence is in front of you. ദൈവ സാന്നിധ്യം നിങ്ങൾക്ക് മുൻപിലായി നടകൊള്ളുന്നു എന്ന് ഉറപ്പുവരുത്തുക. Don't separate yourself from the presence of God. ദൈവ സാന്നിധ്യത്തിൽ നിന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ അന്യപ്പെടുത്തരുത്. You know, your protection is based upon the presence of God. കാരണം എന്താണെന്ന് അറിയാമോ? നിങ്ങളുടെ സുരക്ഷയുടെ അടിസ്ഥാനമായി വർത്തിക്കുന്നത് നിങ്ങളോടുകൂടെയുള്ള ദൈവത്തിന്റെ സാന്നിധ്യമാണ്. Secondly, രണ്ടാമതായി God's presence is your guide. ദൈവ സാന്നിധ്യം എന്ന് പറയുന്നത് നിങ്ങളുടെ വഴികാട്ടിയാകുന്നു. It is God's presence who guided the Israelites which way they have to go. ഇസ്രായേൽ ജനത്തിന് നടക്കേണ്ടുന്ന പാതയിൽ അവർക്ക് മാർഗദർശിയായി വർത്തിച്ചത് ദൈവത്തിന്റെ സാന്നിധ്യമായിരുന്നു. If you read the book of Exodus, Leviticus, Numbers and Deuteronomy, പുറപ്പാട് പുസ്തകം, സംഖ്യാപുസ്തകം, ആവർത്തന പുസ്തകം ഒക്കെ നാം വായിക്കുകയാണെങ്കിൽ the Israelites were ready to move when the cloud moved. മേഘം നീങ്ങുന്നതിനനുസരിച്ച് അതേ ദിശയിലൂടെയായിരുന്നു ഇസ്രായേൽ ജനം യാത്ര ചെയ്തിരുന്നത്. The cloud represented the presence of God. മേഘം പ്രതിനിധീകരിച്ചിരുന്നത് ദൈവത്തിന്റെ നിതാന്ത സാന്നിധ്യമായിരുന്നു. And wherever the cloud stopped, the Israelites stayed. എവിടെയൊക്കെ മേഘം നിന്നോ അവിടെ ഇസ്രായേൽ ജനം പാളയമടിച്ചു. And when the cloud moved, Israelites moved. മേഘം തുടരുവാൻ ആരംഭിച്ചപ്പോൾ ഇസ്രായേൽ ജനവും അതിനെ പിൻപറ്റി. Don't move after the crowd, but move after the cloud. പ്രിയപ്പെട്ടവരെ, ഒരിക്കലും ജനക്കൂട്ടത്തിന് പിന്നാലെ പിൻഗമിക്കരുത്, മേഘത്തെ നോക്കി യാത്ര തുടരുക. Dear brothers and dear sisters, പ്രിയ സഹോദരീ സഹോദരന്മാരെ, so for the Israelites, the presence of God was their guide. ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ സാന്നിധ്യം എന്ന് പറയുന്നത് അവരുടെ വഴികാട്ടിയായിരുന്നു. If you learn the book of Acts, we can read that the footsteps of the apostles were guided and ordained by the Holy Spirit. അപ്പോസ്തല പ്രവർത്തികളിൽ ശിഷ്യന്മാരുടെ പ്രവർത്തനത്തെ നയിച്ചിരുന്നത് ദൈവത്തിന്റെ സാന്നിധ്യമായിരുന്നു എന്ന് നമുക്ക് അവിടെ വായിക്കുവാൻ കഴിയും. It's the Holy Spirit that led their footsteps. അവരുടെ കാലടികളെ നിയന്ത്രിച്ചിരുന്നത്, നിർദ്ദേശിച്ചിരുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവായിരുന്നു. In the same manner, അതേ അളവിൽ തന്നെ in this century also, ഈ നൂറ്റാണ്ടിലും you should allow the Holy Spirit to lead your footsteps. നിങ്ങളുടെ കാലടികളെ നിയന്ത്രിക്കുവാൻ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ചു കൊടുക്കണം. You should get clear-cut ideas and clear-cut guidance from God where you should go, what job you have to do, and where you have to move. നിങ്ങൾ എങ്ങോട്ട് തിരിയണം, ഏത് ജോലിയിൽ ഏർപ്പെടണം, എന്തായിരിക്കണം നിങ്ങളുടെ പ്രവർത്തന മണ്ഡലം എന്ന് തിരഞ്ഞെടുക്കുവാനുള്ള പരിപൂർണ്ണ സ്വാതന്ത്ര്യം ദൈവത്തിന് വിട്ടുകൊടുക്കണം. Israelites had no idea how to go walk through the wilderness. ഈ മരുഭൂമിയിൽ കൂടി ഞങ്ങൾ എങ്ങനെ പ്രയാണം ചെയ്യുമെന്നതിനെ കുറിച്ച് ഇസ്രായേൽ ജനത്തിന് ഒരു വ്യക്തതയും ഉണ്ടായിരുന്നില്ല. Israelites never knew how to fight and win the war. എങ്ങനെയാണ് യുദ്ധത്തിൽ ഏർപ്പെടേണ്ടതെന്നും എങ്ങനെ യുദ്ധത്തിൽ ജയിക്കേണ്ടതെന്നതിനെയും കുറിച്ച് ഇസ്രായേൽ ജനത്തിന് വ്യക്തത ഉണ്ടായിരുന്നില്ല. They didn't know how to cross the Red Sea and the Jordan. എങ്ങനെ ചെങ്കടൽ കടക്കുന്നുവെന്ന്, യോർദാൻ അക്കരയെത്തുന്നുവെന്നതിനെ കുറിച്ച് അവർക്ക് അറിവില്ലായിരുന്നു. In every crisis, God guided them. എല്ലാ പ്രതിസന്ധിയുടെ മുഖത്തും അവർ ദൈവത്തിൽ നിന്നും മാർഗനിർദ്ദേശത്തിന് വേണ്ടി കാത്തിരുന്നു. God was with them in guiding them. അവരെ നേർവഴി നടത്തുവാനായി ദൈവ സാന്നിധ്യം അവരോട് കൂടെ ഉണ്ടായിരുന്നു. Dear brothers and dear sisters, let me tell you, the presence of God should be your guide. പ്രിയ സഹോദരീ സഹോദരന്മാരെ, ഇന്ന് പകൽക്കാലം ഞാൻ ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. നിങ്ങളുടെ ജീവിതത്തിന്റെ വഴികാട്ടി എന്ന് പറയുന്നത് ദൈവത്തിന്റെ സാന്നിധ്യമായിരിക്കട്ടെ. Let me tell you, the youth
let the presence of God be with you in guiding and taking major decisions in your life. പ്രിയ യൗവനക്കാരെ, ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ. നിങ്ങളുടെ ജീവിതത്തിലെ നിർണായക തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ നിയന്ത്രിക്കുമാറാകട്ടെ. Every day be guided by the Spirit of God. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ നിയന്ത്രിച്ച് വഴി നടത്തുമാറാകട്ടെ. Every step be guided by the Holy Spirit. നിങ്ങളുടെ സകല ചുവടുകളുടെയും മാർഗനിർദ്ദേശിയായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വർത്തിക്കട്ടെ. Thirdly, മൂന്നാമതായി, the presence of God was their identity, or what made them unique from other Gentiles. ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ അടുത്തടയാളം എന്ന് പറയുന്നത് അവരുടെ അസ്തിത്വത്തിന്റെയും മറ്റുള്ളവരിൽ നിന്നും അവരെ വേർതിരിച്ചു നിർത്തുന്ന ഘടകവും അതായിരുന്നു. Dear brothers and dear sisters, പ്രിയ സഹോദരി സഹോദരന്മാരെ, it was the presence of God that made them different from other people. മറ്റുള്ളവരിൽ നിന്നും നിങ്ങളെ വ്യത്യസ്തരാക്കുന്നത് ദൈവത്തിന്റെ സാന്നിധ്യമാകുന്നു. ഇസ്രായേലിനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കി നിർത്തിയത് അവരുടെ മധ്യേ അധിവസിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യമായിരുന്നു. Dear brothers and dear sisters, പ്രിയ സഹോദരി സഹോദരന്മാരെ, you know why this church is different from other churches? എന്തുകൊണ്ടാണ് ഈ സഭ മറ്റുള്ള സഭകളിൽ നിന്നും വ്യത്യാസപ്പെട്ടിരിക്കുന്നതെന്ന് You അറിയാമോ? know why you are different from the rest of the people? എന്തുകൊണ്ടാണ് മറ്റുള്ളവരിൽ നിന്ന് നിങ്ങൾ തുലോം വ്യത്യസ്തരായിരിക്കുന്നതെന്ന് അറിയാമോ? The presence of God. ദൈവത്തിന്റെ സാന്നിധ്യം ഒന്ന് There is മാത്രം. a presence of God in you. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. When you live in this world, people will see the presence of God in you. നിങ്ങൾ ലോകത്തിൽ ജീവിക്കുമ്പോൾ ലോകം നിങ്ങൾ ദൈവ സാന്നിധ്യത്തെ തിരിച്ചറിയും. The unique identity of the Israelites was the presence of God. ഇസ്രായേൽ ജനത്തിന്റെ നിസ്തുല്യമായ അസ്തിത്വം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സാന്നിധ്യമായിരുന്നു. Let me take 3 examples from the word of God. തിരുവചനത്തിൽ നിന്ന് ഞാൻ 3 ഉദാഹരണങ്ങൾ എടുത്തുകൊള്ളട്ടെ. There was a man called Joseph in the book of Genesis. ഉൽപ്പത്തി പുസ്തകത്തിൽ യോസേഫ് എന്ന് പറയുന്ന ഒരു പുരുഷനെ നാം പരിചയപ്പെടുന്നു. When people looked into his life, അവന്റെ ജീവിതത്തിലേക്ക് ജനങ്ങൾ നോക്കിയപ്പോൾ one day Pharaoh said like this about him. ഒരു ദിവസം ഫറവോൻ അവന്റെ ജീവിതത്തെ നോക്കി ഇങ്ങനെയാണ് പ്രസ്താവിച്ചത്. Turn with me to the book of Genesis chapter 41 verse 38. ഉൽപ്പത്തി പുസ്തകം 41 അധ്യായത്തിന്റെ 38 വാക്യത്തിലേക്ക് നിങ്ങൾ തിരിഞ്ഞാൽ Pharaoh says like this. ഫറവോൻ ഇങ്ങനെയാണ് പറഞ്ഞത്. Can we find anyone like him in whom is the Spirit of God? ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിക്കുന്ന ഈ വ്യക്തിയെ പോലുള്ള ഒരു വ്യക്തിയെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാമോ? What was unique in Joseph from rest of the people? മറ്റുള്ള വ്യക്തികളിൽ നിന്ന് വ്യത്യസ്തമായി നിസ്തുല്യമായ എന്തായിരുന്നു യോസേഫിൽ ഉണ്ടായിരുന്നത്? Pharaoh could see the Spirit of God living in Joseph. യോസേഫിൽ ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിക്കുന്നത് ഫറവോന് കാണുവാൻ കഴിഞ്ഞു. The Pharaoh could see that there is something unique in this young man. ഈ യൗവനക്കാരനിൽ നിസ്തുല്യമായ എന്തോ ഒന്നുണ്ട് എന്ന് ഫറവോൻ തിരിച്ചറിഞ്ഞു. Even though he was in the prison with the rest of the prisoners, മറ്റുള്ള കാരാഗൃഹത്തിൽ മറ്റുള്ള തടവുകാരോടൊപ്പം കഴിയുമ്പോഴും Pharaoh could see something unique in him. ഫറവോൻ അവന്റെ ജീവിതത്തിൽ നിസ്തുല്യമായ എന്തോ ഒന്ന് കാണുവാൻ കഴിഞ്ഞു. Pharaoh testifies about Joseph like this. ഫറവോൻ യോസേഫിനെ ഇങ്ങനെയാണ് പരിശോധിച്ചത്. I see the Spirit of God in this young man. ഈ യൗവനക്കാരനിൽ ഞാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കാണുന്നു. Dear brothers and dear sisters, പ്രിയ സഹോദരി സഹോദരന്മാരെ, wherever you go, നിങ്ങൾ എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ, wherever you work, എവിടെ നീ ജോലി ചെയ്യുമ്പോഴും, whatever situations you may be, ഏത് പരിതസ്ഥിതിയിൽ നീ അകപ്പെടുമ്പോഴും, the people around will say like this. നിനക്ക് ചുറ്റുപാടുമുള്ള ജനം ഇങ്ങനെ പറയണം, I could see the Spirit of God in this man. ഈ വ്യക്തിയിൽ ഞാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കാണുന്നു. Even though Joseph was not in the church at that time, ആ സമയത്ത് യോസേഫ് ഒരു സഭയിൽ അംഗമായിരുന്നില്ല. Joseph was not in a temple at that time. ആ സമയത്ത് ദൈവത്തിന്റെ ആലയത്തിലായിരുന്നില്ല യോസേഫ്. He was in the worst situation, ഏറ്റവും ദാരുണമായ ഒരു അവസ്ഥയിൽ അകപ്പെട്ടിരുന്നു. with the worst seal upon him. ഏറ്റവും ദാരുണമായ ഒരു അവസ്ഥ, ഏറ്റവും ദാരുണമായ ഹീനമായ ഒരു മുദ്ര കുത്തപ്പെട്ട അവസ്ഥയിലാണ് ജോസഫ് കിടക്കുന്നത്. But even at that time, ആ സമയത്ത് പോലും, even at that ആ time, സമയത്ത് പോലും people could see the Spirit of God in that young man. തന്നിൽ പരിവർത്തിച്ചിരുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വെളിപ്പെടുത്തുവാനായി യൗവനക്കാരന് കഴിഞ്ഞു. Another young man in the Bible. മറ്റൊരു യൗവനക്കാരനുണ്ട് Turn with me to the book of Daniel chapter 5 verse 14. ദാനിയേലിന്റെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിലേക്ക് തിരിഞ്ഞാലും There the king is testifying another big testimony about Daniel. ദാനിയേലിന്റെ ജീവിതത്തിൽ ഒരു വളരെ അഗ്നിപരിശോധന കടന്നു വരുന്നു. ദാനിയേലിനെ കുറിച്ച് രാജാവ് ഒരു സാക്ഷ്യം പറയുകയാണ്. What was that testimony? എന്തായിരുന്നു ആ സാക്ഷ്യം? I have heard about you that you are a man with the Spirit of God in you. നിന്നിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉണ്ട് എന്നുള്ള സാക്ഷ്യം ഞാൻ നിന്നെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ദേവന്മാരുടെ ആത്മാവ് നിന്നിൽ ഉണ്ട് എന്ന് ഞാൻ കേൾക്കുന്നു. I heard that God's Spirit is abiding in you. ഞാൻ കേൾക്കുന്നു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നിൽ ഉണ്ട്. I have heard the Spirit of God is in you. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നിൽ ഉണ്ട് എന്നുള്ള വർത്തമാനം ഞാൻ Who കേട്ടിരിക്കുന്നു. was he? ആരാകുന്നു അവൻ? He was a minority person. ഒരു ന്യൂനപക്ഷ സമുദായ He അംഗമായിരുന്നു. has been taken as captive to the Babylon. അടിമയായി ബാബിലോണിലേക്ക് കൊണ്ടുവന്ന വ്യക്തി. Even in that toughest situation, അത്തരം ദുർഘടം പിടിച്ച സന്ദർഭത്തിൽ
സന്ദർഭത്തിൽ പോലും he had a testimony. അവൻ ഉയർത്തി കാണിക്കാൻ ഒരു സാക്ഷ്യമുണ്ടായിരുന്നു. People who came in contact with Daniel said that I know that there's a spirit of God living in this person. ദാനിയേലിനോട് വന്നിടപഴകുന്ന ഏതൊരു വ്യക്തിക്കും പറയുവാൻ ഒരൊറ്റ സാക്ഷ്യമേ ഉള്ളൂ, ദാനിയേലിൽ ദൈവത്തിന്റെ ആത്മാവ് ഉണ്ടായിരുന്നു. Look into the life of the apostles in the New Testament. പുതിയ നിയമത്തിലെ അപ്പോസ്തലന്മാരുടെ ജീവിതത്തിലേക്ക് നോക്കിയാലോ Everybody who came in contact with the apostles had this thing to share. അപ്പോസ്തലന്മാരോട് ഇടപെടുന്ന ഏതൊരു വ്യക്തികൾക്കും പങ്കുവെക്കുവാൻ ഇതായിരുന്നു There is the ഉണ്ടായിരുന്നത്. spirit of God upon this person. ആ വ്യക്തികളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുണ്ട്. I see the spirit of God in this person. ഈ വ്യക്തിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കാണുവാൻ എനിക്ക് So dear കഴിയുന്നു. brothers and dear പ്രിയ sisters, സഹോദരി let സഹോദരന്മാരെ, me tell you something this morning. ഇന്ന് പകൽക്കാലം ഞാനൊരു പരമാർത്ഥം പറയട്ടെ. It is the presence of God that is our unique identity. നമ്മുടെ നിസ്തുല്യമായ അസ്തിത്വത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ It is not സാന്നിധ്യമാണ്. your dress. അത് നമ്മുടെ വസ്ത്രമല്ല, It is not your hairstyle. അത് നമ്മുടെ മുടിയിരുന്ന രീതിയല്ല, It is not how you talk or behave. എങ്ങനെ നീ സംസാരിക്കുന്നു പെരുമാറുന്നു എന്നതിനെ The അടിസ്ഥാനമാക്കിയുമല്ല, spirit of God, നിന്നിലുള്ള ദൈവത്തിന്റെ ആത്മാവ്, presence of God in your ദൈവത്തിന്റെ life, സാന്നിധ്യം നിന്നിലുള്ളത്, the presence of God in your life നിന്റെ ജീവിതത്തിലെ ദൈവത്തിന്റെ സാന്നിധ്യം is your unique identity in this world. അതാകുന്നു ഈ ലോകത്തിലുള്ള നിന്റെ നിസ്തുല്യമായ അസ്തിത്വം. That was the unique identity of the Israelites. ഇസ്രായേൽ ജനത്തിന്റെ നിസ്തുല്യമായ അസ്തിത്വം That അതായിരുന്നു. was the unique identity of the judges of Israel. ഇസ്രായേലിലെ ന്യായാധിപന്മാരുടെ അസ്തിത്വം അതായിരുന്നു. Because the spirit of God abode in them. കാരണം അവരിൽ ദൈവത്തിന്റെ ആത്മാവ് And പരിവർത്തിച്ചിരുന്നു. finally, അവസാനമായി with the presence of God will bring victory in your life. ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വിജയത്തെ വിളിച്ചു The വരുത്തും. presence of God will bring victory in your life. ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വിജയങ്ങളെ വിളിച്ചു വരുത്തും. If you live in your unique identity, നിങ്ങൾ നിങ്ങളുടെ നിസ്തുല്യമായ അസ്തിത്വത്തിൽ തന്നെ ജീവിക്കുന്നുവെങ്കിൽ, if you live in the spirit of നിങ്ങൾ God, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ തന്നെ if ആയിരിക്കുന്നുവെങ്കിൽ, you are not ashamed to be guided by the Holy Spirit, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ നിയന്ത്രിക്കപ്പെടും. if you allow yourself to be guided with the Holy Spirit, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുവാൻ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ the presence of God will protect you. ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളെ സൂക്ഷിക്കും. It not only protects you, നിങ്ങളെ സൂക്ഷിക്കുക മാത്രമല്ല അത് will ചെയ്യുന്നത്, bring victory to you. നിങ്ങളുടെ ജീവിതത്തിലേക്ക് വിജയങ്ങളെ വിളിച്ചു Will വരുത്തും. bring victory to you. വിജയങ്ങളെ കൊണ്ടുവരും. And Joshua knew that very well. യോശുവ ഇത് യഥാർത്ഥത്തിൽ You മനസ്സിലാക്കിയിരുന്നു. can ask Joshua to the end of his life. തന്റെ ജീവിതത്തിന്റെ അവസാനത്തിൽ നിങ്ങൾക്ക് യോശുവയോട് ചോദിച്ചു നോക്കാം. Joshua, can you tell us the secret of your success of your ministry? യോശുവയെ നിന്റെ ശുശ്രൂഷയുടെ വിജയത്തിന്റെ രഹസ്യം എനിക്ക് പറഞ്ഞു തരാമോ? Joshua will tell like this. യോശുവ ഇങ്ങനെയായിരിക്കും പറയുന്നത്, The presence of God. ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ട്. Wherever I went, ഞാൻ എവിടെയൊക്കെ പോയോ His presence was with me. അവിടുത്തെ സാന്നിധ്യം എന്നോട് കൂടെ I had ഉണ്ടായിരുന്നു. big fights. I have big war I have to face and I have to lead. എന്റെ ജീവിതത്തിൽ എനിക്ക് വൻ യുദ്ധങ്ങളെ നേരിടേണ്ടി വന്നു, നയിക്കേണ്ടി വന്നു. In every war, എല്ലാ I യുദ്ധത്തിലും became victorious. ഞാൻ ജയാളിയായി പുറത്തു God വന്നു. gave victory to His people. കർത്താവ് എനിക്ക് വിജയങ്ങളെ തന്നു. You know why? എന്തുകൊണ്ടാണെന്നറിയാമോ? His presence was with us. അവിടുത്തെ സാന്നിധ്യം. So dear brothers and dear പ്രിയ sisters, സഹോദരി when സഹോദരന്മാരെ, you walk out of this sanctuary this ഈ ആലയം morning, വിട്ട് പുറത്തേക്ക് നിങ്ങൾ ഇന്ന് പകൽക്കാലം പോകുമ്പോൾ don't keep the presence of God here. Take the presence of God with you. ദൈവ സാന്നിധ്യം ഇവിടെ ഇട്ട് പോകാതെ നിങ്ങളോടുകൂടെ ദൈവ സാന്നിധ്യവുമായി കടന്നു പോകുക. Go in the presence of ദൈവ God. സാന്നിധ്യത്തിൽ തന്നെ കടന്നു Live പോകുക. in the presence of ദൈവ God. സാന്നിധ്യത്തിൽ ജീവിക്കുക. Speak in the presence of ദൈവ God. സാന്നിധ്യത്തിൽ സംസാരിക്കുക. Victory is yours. വിജയം May നിങ്ങൾക്കുള്ളതാണ്. God bless you. ദൈവം നിങ്ങളെ Let's അനുഗ്രഹിക്കട്ടെ. all stand. എല്ലാവർക്കും Our എഴുന്നേൽക്കാം. loving Heavenly Father, ഞങ്ങളെ അതിലൂടാതെ സ്നേഹിക്കുന്ന ദൈവമേ, thank you for your great promise that you will be with us as you was with Moses. മോശയോട് കൂടെ ഇരുന്നത് പോലെ ഞങ്ങളോട് കൂടെ ഇരിക്കാമെന്നുള്ള അവിടുത്തെ അതിശയകരമായ വാഗ്ദത്തത്തിനായി And സ്തോത്രം. now we know the secret of your presence in our life. ഞങ്ങളുടെ ജീവിതത്തിലെ അങ്ങയുടെ സാന്നിധ്യത്തിന്റെ രഹസ്യം ഇപ്പോൾ ഞങ്ങൾ തിരിച്ചറിയും. And we know that your presence will protect us. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളെ സൂക്ഷിക്കുമെന്ന് ഞങ്ങൾ അറിയുന്നു. When we go in your presence, ഞങ്ങൾ അങ്ങയുടെ സാന്നിധ്യത്തിൽ ഞങ്ങൾ കടന്നു പോകുമ്പോൾ, when we live in your presence, അങ്ങയുടെ സാന്നിധ്യത്തിൽ ഞങ്ങൾ we ജീവിക്കുമ്പോൾ have protection. ഞങ്ങൾക്ക് സൂക്ഷിപ്പുണ്ട്. And not only that, അത് മാത്രമല്ലല്ലോ you promise കർത്താവേ, that you will guide us if you will live in your presence. അങ്ങയുടെ സാന്നിധ്യത്തിന്റെ മറവിൽ അങ്ങ് ഞങ്ങളെ വഴി നടത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. You will show the way that we have to walk. ഞങ്ങൾ നടക്കേണ്ടുന്ന വഴി ഞങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. And now we know that is our unique identity. ഇപ്പോൾ ഞങ്ങൾ ഒരു കാര്യം അറിയുന്നു, അതാണല്ലോ ഞങ്ങളുടെ അസ്തിത്വത്തിന്റെ Oh, അടിസ്ഥാനം. that was the uniqueness of Joseph. അതായിരുന്നു യോസേഫിന്റെ നിസ്തുല്യത. That was the uniqueness of Daniel. അതായിരുന്നു ദാനിയേലിന്റെ That നിസ്തുല്യത. was the uniqueness of apostles. അതായിരുന്നു അപ്പോസ്തലന്മാരുടെ വിശേഷത. Your presence in them. അങ്ങയുടെ സാന്നിധ്യം അവരോട് കൂടെ And the ഉണ്ടായിരുന്നു. world was able to see it, oh Father.
And the world was able to see your presence in them. അങ്ങയുടെ സാന്നിധ്യം അവരിൽ ഉണ്ടായിരുന്നത് ലോകം കാണുവാനിട വന്നു. And help us to show your presence in our life wherever we are. ഞങ്ങൾ എവിടെയായിരുന്നാലും ഞങ്ങളിലൂടെ അങ്ങയുടെ സാന്നിധ്യം ലോകത്തിന് വെളിപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണം. Help us to keep our identity in the world where people lose their identity. കർത്താവേ, ജനങ്ങൾക്ക് അസ്തിത്വം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ തലമുറയിൽ ഞങ്ങളുടെ അസ്തിത്വം മുറുകെ പിടിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. And we know that once we will live in your presence. ഞങ്ങൾക്കറിയാം ഒരു നാൾ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ വന്നു ചേരും. And keep our identity. ഞങ്ങളുടെ അസ്തിത്വം മുറുകെ പിടിച്ചുകൊണ്ട് Victory is ours. വിജയം ഞങ്ങളുടേതാകുന്നു. You are going to bring victory into our life. അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വിജയത്തെ വിളിച്ചു കൊണ്ടുവരും. Because we know that one who is in us is greater than in the world. കാരണം ഞങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണെന്ന പരമാർത്ഥം ഞങ്ങൾ അറിയുന്നു. Thank you for your word this morning. കർത്താവ്, ഇന്ന് പകൽക്കാലം അങ്ങയുടെ വചനത്തിനായി സ്തോത്രം. Help us to live in your presence. അങ്ങയുടെ സാന്നിധ്യത്തിൽ തന്നെ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. And draw many into your presence. അങ്ങയുടെ സാന്നിധ്യത്തിലേക്ക് അനേകരെ വലിച്ചെടുപ്പിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണം. In Jesus' name.